ചാർജിങ് സെൻസിങ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഫ്യൂൽ കേജിലോട്ട് പോകും. ഫ്യൂൽ കേജ് നേരെ ഇവിടെ കൊണ്ടുപോകും, സി പി യുയിലോട്ടേക്ക് പോകും. സി പി യു ആണ് ഇയാളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ബിറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റിമാറ്റിക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇതിൽ കുറേ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ട് നോക്കിയതാ. ബാറ്ററി കണക്ടർ എടുത്തിട്ട് ബിറ്റ് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. എത്ര കണക്ഷനാണുള്ള? വി ബാറ്റ് 1, 2 ഇതെല്ലാം വി ബാറ്റാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇത് ഗ്രൗണ്ട് ആയിട്ട് കാണിക്കുന്നില്ല, കാരണം അത് ഗ്രൗണ്ടാണ്. പക്ഷെ ഇവിടെ എന്താ എഴുതിയിട്ട് നോക്കിയാൽ CSN മാത്രമേ കൊടുത്തിട്ട്, വേറെ എന്താ എഴുതിയിട്ടുണ്ടോ? സെൻസിങ് ലൈനാണ് പറഞ്ഞത്, ചാർജിങ് സെൻസിങ് ലൈൻ. മനസ്സിലായോ? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗ്രൗണ്ടാണ് അല്ല. ഇവിടെ ഗ്രൗണ്ടായിട്ട് മറക്കാതെ കാരണമാണ് ഇവിടെയാണ് റെസിസ്റ്റർ കൊടുത്തിട്ട്. നമ്മൾ നേരത്തെ ബോർഡിൽ കോമൺ നെയിം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് റെസിസ്റ്റർ, ബ്ലാക്ക് ആയിട്ടുള്ള. ഈ റെസിസ്റ്ററിന്റെ 2 ഭാഗത്തു നിന്നാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരെ വന്ന് ഇവിടെ കണക്ട് ആയി. പക്ഷെ ഇപ്പുറത്തെ ഭാഗം ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബീപ്പടിക്കും, ഇപ്പുറത്തും ബീപ്പടിക്കും. കാരണം ഇതിന്റെ ഇടയിലാണ് നമ്മൾ ഈ സാധനം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവില്ല, ഗ്രൗണ്ട് ഉണ്ടാവില്ല, സെറ്റ് ഓൺ ആവില്ല. ഇത് കണക്റ്റഡോട് കൂടിയാണ് ഗ്രൗണ്ട് എന്നാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ ബി ബാറ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഇത് പോകുന്നുള്ളതിനാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. നോക്കാം നമുക്കിതാ. കൊടുത്ത ട്രാക്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് പോകുന്ന ലൈൻ അവിടെ പോകുന്നുണ്ട് നോക്കിയാൽ. നേരെ പോകുന്ന പവർ ഐസിൻ്റെ ഉള്ളിലോട്ടാണ്. പവർ ഐസിയിലല്ലാണ്ട് ഇത് വേറെ പോകുന്നുണ്ട്, ചാർജിങ് ഐസിയിലോട്ടും കൂടി പോകുന്നുണ്ട്. ഇതാ ചാർജിങ് ഐസിയാണ്. ചാർജിങ് ഐസിയിലോട്ടും സെൻസിങ് പോകുന്നുണ്ട്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ മീഡിയടെക് ആയതുകൊണ്ട് കേട്ടോ 2ലോട്ടും പോകണം. ഇതാണ് ലൈൻ. പക്ഷേ അത് കാണിക്കുന്നുണ്ടാ? ഇല്ല. ഇപ്പുറത്തെ സൈഡ് ഗ്രൗണ്ട്, ഇവിടെ നിന്നൊരു ലൈന് പോകുന്നുണ്ട്, അതുകൂടെ കാണിക്കുന്നുണ്ടാ? ഇല്ല, ഗ്രൗണ്ട് ആയിട്ടാണ് കൊടുത്തത്. ശരിക്കും ആ ലൈന് കട്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ ഇതിൽ ഏത് ലൈന് കട്ടായാലും, ഈ ലൈന് കട്ടായാലും ഈ ലൈന് കട്ടായാലും നേരത്തെ പറഞ്ഞ കംപ്ലൈന്റ് വരാം. ഇപ്പൊ സർക്യൂട്ട് എടുക്കുക, ഇതെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ആകെ 2 ലൈനേ ഉള്ളൂ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് 2 ഒന്നായി, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് 2 ഒന്നായി. ഇതിലൊന്ന് ID ലൈനും മറ്റൊന്ന് തെർമൽ ലൈനും.